എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു പുതിയൊരു സംഭവമാണ് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഇന്നലെ ഒറ്റപ്പാലത്ത് പോയിട്ട് കുറേ വേസ്റ്റ് നാരങ്ങ, അതായത് അളിഞ്ഞ നാരങ്ങയൊക്കെ ഇല്ലേ, അപ്പോൾ അങ്ങനത്തെ അളിഞ്ഞ നാരങ്ങ കുറേ വാങ്ങിക്കൊണ്ടുവന്നു. എന്നിട്ട് ഞാനത് മിക്സിയിലുണ്ട് കുറച്ചാണ്ട് അടിച്ചു, ചെറുങ്ങനെ മിക്സിയിൽ അടിച്ചു. ഒരു ഇതിൽ അടിച്ചിട്ടുള്ളത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ടോ, ഇത് എന്താ പറയുക, ഒരു ഗ്രൗട്ട് പാകത്തിനാണ്, നല്ല കനത്തിൽ. ഇതെന്താ അറിയോ, ഈ യൂറോപ്യൻ ക്ലോസറ്റിലൊക്കെ ചളി പിടിച്ചിട്ടൊക്കെ കറ പിടിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. ആണോ, ഇത് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടോ അവരുടെ വെള്ളം ഒന്ന് ഫ്രഷ് ചെയ്ത് കളയുക. എന്നിട്ട് ഈ സാധനം അങ്ങോട്ട് ഒഴിച്ചിട്ട് ആ വെള്ളം കറക്റ്റായിട്ട് അതേപോലെ നിർത്തുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ ഈ സാധനം ഒന്ന് ഫ്ലഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം ഒന്നുമല്ല, ഒരു 90% അതിന്റെ കറ പോവും. അതാണ് ഇപ്പൊ എന്താ വെച്ചാൽ ഞാനത് എനിക്ക് ഇതിന്റെ റിസൾട്ട് ഉള്ള കാരണം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ ഇടാന്ന് തീരുമാനിച്ചത്. എന്താ വെച്ചാൽ ആൾക്കാർക്ക് ഇത് കാശ് ചെലവില്ലാത്ത കേസല്ലേ. അത് ഒരു ഹോൾസെയിൽ കടയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേടുവന്ന നാരങ്ങ തരണം എന്ന് പറഞ്ഞാൽ അവരത് തരും. പിന്നെ ഇതുകൊണ്ട് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. എനിക്ക് ഡോഗ്സുകളൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ ഞാൻ നായക്കൂട് കണ്ടില്ലേ, ഇപ്പൊ ഇതാണ് എൻ്റെ നായക്കൂട്. അപ്പൊ അതിലേക്ക് പറഞ്ഞാൽ എനിക്ക് 3 നായക്കളുണ്ട്. അപ്പൊ അതിന്റെ അടിയിലൊക്കെ ഈ നായക്കൾ ഈ മൂത്രമൊഴിച്ചിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നാരങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സ്മെല്ലും ഉണ്ട് വെച്ചാലും അതിനെ പിടിച്ചെടുക്കും. ആ പിടിച്ചെടുത്തിട്ട് സ്മെല്ലില്ലാതെ ആക്കുന്ന ഒരു സംഭവമാണ് നാരങ്ങ. പിന്നെ അവിടെ എന്തെങ്കിലും മറ്റേ അണുബാധയോ വൈറസോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ട്, ഈ നാരങ്ങ നീര് തെളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പോവും. പിന്നെ ഇത് മാത്രമല്ല, ഇപ്പൊ ഞാനിപ്പോ എന്റെ വീട്ടിലെ ഇത് ഉപയോഗിക്കും. ആദ്യം ഫ്രിഡ്ജിൽ വെള്ളം വെച്ചാർന്നാണ്, പിന്നെ ഞാനിത് ഫ്രിഡ്ജിൽ വെള്ളം വെക്കാതെ എടുത്ത് വെച്ചാർന്ന കുപ്പിയാ, വേണ്ടാന്ന് വിചാരിച്ചത്. കണ്ടോ, ഇതിന്റെ മൂടൊക്കെ കണ്ടില്ലേ, ഇതിലൊക്കെ ചളിയുണ്ട്. അപ്പൊ ഇതുണ്ട് ഈ അടപ്പൊക്കെ. അപ്പൊ ഇതിലിപ്പോ ഇതിന് ലേശം വെള്ളം കൊണ്ട് മുക്കുക. വെള്ളം മുക്കിയിട്ട് ഫുള്ളായിട്ട് വെള്ളം ആക്കി വെക്കുക. ഫുള്ളായിട്ട് വെള്ളം ആക്കണം കേട്ടോ. ഫുള്ളായിട്ട് വെള്ളം ആക്കിയിട്ട് ഇത് നിങ്ങൾ നാളെ ഒന്നിങ്ങനെ അടച്ചു വെക്കുക. എന്നിട്ട് നിങ്ങളിത് പിറ്റേ ദിവസം എന്നിട്ട് ഈ സൈഡിൽ കൂടെ ഒക്കെ ഈ ഒരു നാരങ്ങയുടെ ചണ്ടിയൊക്കെ എടുത്തിട്ട് ഈ സൈഡിൽ കൂടെയും ഇതൊക്കെ ഒന്ന് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ ഇതിപ്പോ തന്നെ ഇതിന് മാറ്ററിയാൻ പറ്റും കേട്ടോ. എന്താ വെച്ചാൽ നാരങ്ങ ശരിക്കും പറഞ്ഞാൽ ആസിഡിനെക്കാട്ടിയും പവറുള്ള സാധനമാണ് നാരങ്ങ. ഇതുണ്ടോ, ഇതിപ്പോ ഇത് അത്രയും ചളി പിടിച്ച മൂടിയാണ് കേട്ടത്. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഇത് നാളെ രാവിലെ ഈ സാധനങ്ങൾ എടുത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ ഒരു ശേഖരം പോലെ നിങ്ങൾ ഈ കടയിൽ നിന്ന് വാങ്ങിയ കുപ്പി എങ്ങനെയാണോ ഉണ്ടാവുക, അതേ ഒരു എഫക്റ്റ് ഈ കുപ്പിക്ക് കിട്ടും. നിങ്ങളിത് നോക്കുക. ഇത് നമ്മളിപ്പോ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ഇത് നോക്കാൻ നോക്കണ്ട. നിങ്ങൾക്ക് ഇത് ബോധ്യപ്പെടുന്നുണ്ട് വെച്ചാൽ അപ്പൊ ഒന്ന് നമ്മുടെ ചാനലിൽ ഒന്ന് കമന്റ് ചെയ്യുക, ശരിയാണെച്ചാ. അപ്പൊ അത് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുകയാണെച്ചാൽ മാത്രമായിട്ട് നിങ്ങൾക്ക് 100% നിങ്ങളുടെ അഭിപ്രായമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഇപ്പൊ ഉണ്ട് ഇതിന്റെ പുറത്തൊക്കെ സംഭവങ്ങളൊക്കെ പോയി. ആകെ നമുക്കൊരു 5 മിനിറ്റിന്റെ പണി ഇല്ല. വേണ്ട, ഞാൻ അതിന്റെ മൂഡ് നിങ്ങൾക്ക് കാണിച്ചാന്നല്ലേ. മൂടൊക്കെ ഭയങ്കര മോശമായിട്ടിരിക്കുന്നത്. അപ്പോൾ ആ മൂടടക്കം ക്ലിയർ ആവും. ഇനിയിപ്പോൾ ഇതിന്റെ കുപ്പി വൃത്തിയായോ ഇല്ല എന്നുള്ളത് നമുക്ക് വീഡിയോ നാളെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിപ്പോ ഇന്ന് തന്നെ നിങ്ങൾക്ക് ഒന്ന് ചെറുങ്ങനെ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോ ഈ സാധനം നിങ്ങളൊന്ന് നോക്കിക്കോളെ. ഇപ്പൊ ഉണ്ടോ, ഇപ്പൊ അത്യാവശ്യം ഇതിന്റെ കുപ്പിയുടെ അടപ്പൊക്കെ നോക്കിയൊക്കെ ഇതാണ്ടോ, ഇത്രയും വൃത്തി. അതായത് ഒരു മിനിറ്റും കൊണ്ടാണ് ഈ വൃത്തി. ഇനി ഇതാണ്ട ഈ ഷെയ്ഡൊക്കെ ഇതിന്റെ ഉള്ളിലുള്ള കറ ഇതാണ്ട, ഈ ഭാഗമൊക്കെ ഇതിന്റെ ഉള്ളിലുള്ള കറയാണ്. ഇത് നാളെ നേരം വെളുക്കുമ്പോഴേക്കും പുതിയ കുപ്പി നിങ്ങൾ കാശ് കൊടുത്തിട്ട് എങ്ങനെയാണോ വാങ്ങുന്നുണ്ട് വെച്ചാൽ അതേ പരുവം കണ്ടോ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇതിന്റെ ഉള്ളു കണ്ടില്ലേ, പുതിയ കുപ്പി പോലെ ഈ സാധനത്തിന്റെ പരുവാവും. പക്ഷെ ഇതിന്റെ മേലെ ഈ ചെറിയ ചെറിയ ഈ നമ്മൾ മണ്ണിലും പുറത്തൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു ഒര വീണിട്ടുണ്ട്. അത് പോവില്ല കേട്ടോ. ബാക്കിയുള്ള കുപ്പി നല്ല ഫ്രഷ്നസ് പറഞ്ഞാലോ. ഇനിയിപ്പോ ലേശം ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ ഈ സംഭവം. എന്നിട്ട് ഇത് നാളെ രാവിലെ എടുത്ത് നോക്കുക. ഇനിയിപ്പോ ഞാൻ ഈ സാധനം ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതിന്റെ റിസൾട്ട് ഞാൻ നാളെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോഴാണ്ടോ ഈ സാധനമൊക്കെ ഞാൻ കംപ്ലീറ്റ് കൊണ്ട് എടുത്തു. എന്നിട്ട് ഈ ഗ്രൗട്ടിന് എടുത്തു. ഇത് ഞാൻ ക്ലോസറ്റിക്ക് ഒഴിക്കാനുള്ളത് ഞാൻ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോ ഞാൻ ഇവിടെ എന്റെ വീടിന്റെ 4 പുറം തെളിക്കാനും നായക്കൂടിന്റെ അടുത്തും പിന്നെ ഇതിൽ വേറെ ഉണ്ട് കേട്ടോ. ഈ ആടൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, ഒരുപാട് ആൾക്കാർക്ക് ആടും കൂടൊക്കെ ഉണ്ടാവും. അപ്പൊ ആടും കൂടൊക്കെ ഉള്ള ഭാഗത്തേക്കൊക്കെ തെളിക്കുകയാണെന്ന് വെച്ചാൽ നല്ല മാതിരിയാണ്. എന്താ വെച്ചാൽ അവിടെ ഒന്നും വല്ലാതെ ഇതൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോ ഞാനത് കലർത്തി ഞാൻ എന്നിട്ട് ഇത് നന്നായിട്ട് 2 കൈ കൊണ്ട് ഉടച്ചു. നാരങ്ങ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കുഴിനകം കുത്തുന്നതിനും അതിനൊക്കെ ബെറ്റർ ആണ്. ഇപ്പൊ ഒരു 10 നാരങ്ങ അങ്ങനെ കേടുവന്നത് കിട്ടിയിട്ട് വെറുതെ നമ്മളൊരു ചെറിയൊരു 1 ഗ്ലാസ് വെള്ളത്തിൽ ഇങ്ങോട്ട് എടുക്കുക. വെള്ളത്തിലെടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയാണ്ടല്ലോ. ഇതുകൊണ്ടാ നോക്കിയൊക്കെ ഞാൻ ആകെ 1 മിനിറ്റ് ആക്കിയുള്ളൂ. കയ്യിലിന്റെ വിരലൊക്കെ നോക്കിയൊക്കെ സുന്ദര വിരലുകളായിരുന്നുണ്ടോ. അപ്പൊ ഒരു ശേഖരം പോലും ചളിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. പിന്നെ കുഴിനകം കുത്തില്ല. അപ്പൊ അതും ഒരു നല്ല കാര്യം തന്നെയാണ്. അപ്പൊ എല്ലാവരും ഈ സാധനം ട്രൈ ചെയ്യുക. അപ്പൊ ഞാൻ ഈ സാധനമൊക്കെ
ഇവിടെ തെളിക്കാൻ പോവാണ് കേട്ടോ. എന്താ വെച്ചാൽ ഇതിനിപ്പോ കാശ് ചെലവൊന്നുമില്ല. ഇതിപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആൾക്കാരത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം വെറുതെ കിട്ടും. അവർക്ക് ഇത് ആവശ്യമില്ല. ഇത് എങ്ങനെയെങ്കിലും ഈ സാധനം കൊടുത്ത് ഒഴിവാക്കണം എന്നാണ് അവരും വിചാരിക്കുക. അപ്പൊ അവർക്ക് ഇത് ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ കാശ് ചെലവില്ലാത്ത കേസുകളല്ലേ. നമ്മൾ ചെയ്യുന്ന പണികളൊരു ആത്മാർത്ഥത ഉണ്ടാവുക, അതിലൊരു ചെറിയൊരു വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്യുക. എന്ത് കാര്യം ചെയ്യാണെച്ചാലും അപ്പൊ തന്നെ ഇതിന് റിസൾട്ട് ഇഷ്ടം പോലെ കിട്ടും. അപ്പൊ ഇനി ഈ സാധനമൊക്കെ ഇവിടെ തെളിക്കാണ് കേട്ടോ ഞാന്. അപ്പൊ ഇതൊക്കെ തെളിക്കുക പറഞ്ഞാൽ ഇങ്ങനെ തെളിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇങ്ങനെ തെളിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ 4 പുറമുള്ള ഈ സാധനമൊക്കെ പോകും. ഇതിന്റെ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്മെല്ലിംഗ് സെൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്ത് സംഭവം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് സ്മെല്ല് വലിച്ചെടുക്കും. അപ്പൊ ഞാനത് തെളിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. തെളിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും കണ്ടില്ലേ, എന്റെ വൈഫ് കണ്ടുകൊണ്ട് നെല്ലിക്ക പെറുക്കാൻ വേണ്ടിയിട്ട് കണ്ടല്ലേ, ഉള്ള അഭ്യാസം കാണിക്കണ്ടോ. അപ്പൊ ഞാൻ നെല്ലിക്ക പൊട്ടിക്കുന്നത് ഇപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഒരു ലോഡ് നമ്മുടെ വീട്ടിൽ തന്നെ 2 മരം ഉണ്ട്. ആ 2 മരത്തിൽ നിറയെ നെല്ലിക്ക ഉണ്ട്. അപ്പൊ നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള ആൾക്കാര് ഏകദേശം ഒരു എങ്ങനെ പറയാ, ഒരു 100-500 മീറ്ററിന്റെ ഉള്ളിലുള്ള ആൾക്കാർക്കൊക്കെ വേണിച്ചാൽ പറഞ്ഞ ഓരോ കിലോശം വേണിച്ചാൽ നെല്ലിക്ക പൊട്ടിച്ച് കൊണ്ടുപോവാ. അതിനുള്ള നെല്ലിക്ക ഉണ്ട്. ഞാൻ നെല്ലിക്ക ആൾക്കാർ വന്നിട്ട് ലേലം ചെയ്യാൻ വേണ്ടിട്ട് വന്നു. അപ്പൊ ഞാൻ അവരെ കൊടുക്കാതെ തിരിച്ചു വിട്ടതാണ്. എന്താ വെച്ചാൽ നമ്മുടെ അയൽവാക്കുള്ള ആൾക്കാരൊക്കെ വേണിച്ച കുറച്ച് പൊട്ടിച്ചുകൊണ്ട് വേണിച്ച കൊണ്ടുപോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇതിപ്പോ കൊടുത്തു കഴിഞ്ഞപ്പോ 1 കിലോന് 30 രൂപ 50 രൂപ വെച്ചിട്ട് തരാന്നൊക്കെയാണ് അവർ പറഞ്ഞത്. പക്ഷെ അത് വേണ്ട നമുക്ക്. എന്താ വെച്ചാൽ ആൾക്കാർ ആരെങ്കിലും കൊണ്ടുപോകാൻ തിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ നെല്ലിക്ക പൊട്ടിക്കണത് വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല നെല്ലിക്ക കേട്ടോ, മരുന്ന് നെല്ലിക്ക ആണെച്ചാലും നല്ല നെല്ലിക്ക. അപ്പൊ ഞാൻ അടുത്ത പ്രാവശ്യം ഇത് നെല്ലിക്ക പൊട്ടിക്കുന്നത് കംപ്ലീറ്റ് ഞാൻ വീഡിയോ ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, എന്നാ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.